പടനയിൽ കൊട്ടിക്കലാശത്തിനിടെ UDF പ്രവർത്തകർ മസ്ജിദിന് മുകളിൽ കയറിയ സംഭവം. ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ പരാതിയുമായി LDF നേതാക്കൾ. കാസർഗോഡ് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുമ്പള 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി, ഫാർമസി, ICU, NICU, ലബോറട്ടറി, ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, വെന്റിലേറ്റർ, ലേബർ തിയേറ്റർ തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിക്കുന്ന കൊട്ടിക്കലാശത്തിനിടെ പടന്ന മൂസ ഹാജി മുക്ക് സലഫി മസ്ജിദിൽ UDF പ്രവർത്തകർ കയറിയ സംഭവം വിവാദമാകുന്നു. മുസ്ലിം ലീഗിന്റെയും INTUCയുടെയും കൊടികൾ വീശിയാണ് പ്രവർത്തകർ മസ്ജിദ് പരിസരത്ത് പ്രവേശിച്ചതെന്നാണ് പുറത്തുവന്ന ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. കൊട്ടിക്കലാശത്തിന്റെ ആവേശത്തിനിടയിൽ ഒരു വിഭാഗം UDF പ്രവർത്തകർ പടന്ന മൂസ ഹാജി മുക്ക് സലഫി മസ്ജിദിന്റെ പരിസരത്തേക്ക് രാഷ്ട്രീയ കൊടികളുമായി പ്രവേശിക്കുകയായിരുന്നു. ആരാധനാലയങ്ങളെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നത് ശരിയല്ലെന്ന വിമർശനം ഇതിനോടകം തന്നെ വിവിധ മത സാമൂഹിക സംഘടനകളിൽ നിന്ന് ഉയർന്നു കഴിഞ്ഞു. സംഭവത്തിൽ ശക്തമായ പ്രതിഷേധവുമായി LDF നേതാക്കൾ രംഗത്തെത്തി. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണിതെന്നും മതപരമായ ഇടങ്ങളെ രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിക്കുന്നത് അനുവദിക്കാനാവില്ലെന്നും LDF നേതാക്കൾ പറഞ്ഞു. സംഭവത്തിൽ ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകുമെന്ന് LDF നേതൃത്വം അറിയിച്ചു. ഇത്തരം പ്രവണതകൾ ജനാധിപത്യ പ്രക്രിയയ്ക്ക് ഭീഷണിയാണെന്നും അവർ കൂട്ടിച്ചേർത്തു. അതേസമയം ഇത് സംബന്ധിച്ച് പള്ളി അധികൃതരുടെ പ്രതികരണം ലഭ്യമായിട്ടില്ല. ന്യൂസ് 14 ലൈവ്, കാസർഗോഡ്.